പ്രതിസന്ധികളിൽ പെട്ടെന്ന് തളരുന്ന ശീലം മാറ്റിയെടുത്ത് മികച്ച തൊഴിൽ സംരംഭങ്ങളിലൂടെ സ്ത്രീകൾ തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയെടുക്കണമെന്ന് ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ അഭിപ്രായപ്പെട്ടു. മറുപടി തന്നെയാണ് നിങ്ങളെല്ലാവരും. കാരണം നമ്മൾ വർഷങ്ങളായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും പല മേഖലകളിലേക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സ്ത്രീകൾ അങ്ങനെ തഴഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുന്നില്ല അല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ? കാരണം സ്വയം തൊഴിൽ ചെയ്ത് നമ്മുടെ കയ്യിൽ ഒരു വരുമാനം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വരുമാനമില്ലാത്തവരെ അല്ലെങ്കിൽ സാമ്പത്തികമില്ലാത്തവരെ ഇന്ന് ഒന്നുമല്ല എന്ന് നമുക്ക് തെളിവുകൾ ഒരുപാട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്താണ് ഇതുപോലെയുള്ളതായിട്ടുള്ള ഓരോ സംഘടനകളിൽ കൂടി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഒന്ന് ടൈലറിങ്ങും, ഒന്ന് ഫുഡും. എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹിക പ്രവർത്തന വിഭാഗമായ സഹൃദയ ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന വിമൻ എംപവർമെൻറ്റ് പദ്ധതിയുടെ ഭാഗമായി വൈക്കം ചേർത്തല മേഖലകളിൽ നിന്നുള്ള വനിതാ സംരംഭകർക്കായി സംഘടിപ്പിച്ച സൗജന്യ നൈപുണ്യ വികസന പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. ചേർത്തല സഹൃദയ മേഖലാ ഓഫീസിൽ ചേർന്ന സമ്മേളനത്തിൽ സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തോളിൽ അധ്യക്ഷനായിരുന്നു. എന്നാൽ ഒരു അഡ്വാൻസ് സ്കില്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലൂടെ ഒരു സാധാരണ വീട്ടിലെ തയ്യലും അത്യാവശ്യ തയ്യലുമായിട്ട് നടക്കുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്ന് മാറി ഒരു കുറച്ചുകൂടി കോൺഫിഡൻസോടുകൂടി കൂടുതൽ വർക്കുകൾ എടുത്ത് പ്രൊഫഷണലായിട്ട് ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ടോ? ഇല്ലേ? അത് വേണ്ടിയിട്ടാണ് ഈ സ്കില്ലിംഗ് പ്രോഗ്രാം നടത്തിയത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം തയ്യൽ പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെ നാട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ പരിശീലനം നടത്തി, ഈ അഡ്വാൻസ് സ്കില്ലിങ്ങിലൂടെ പരിശീലനം നടത്തി ആ പരിശീലനം പൂർത്തീകരിച്ചവര് ഇങ്ങനെയുള്ള കാരണം ഈ പരിശീലനം മുഴുവനും സൗജന്യമായിട്ടാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് അല്ലേ? നഗരസഭാ കൗൺസിലർ എസ് സനീഷ്, ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പരിശീലകൻ അജയ് ശങ്കർ, പരിശീലക സിനി ലാലൻ, സഹൃദയ പ്രോഗ്രാം ഓഫീസർ കെ ഒ മാത്യൂസ്, പ്രോജക്റ്റ് കോർഡിനേറ്റർ സെബിൻ ജോസഫ്, റീജിയണൽ കോർഡിനേറ്റർ റാണി ചാക്കോ എന്നിവർ സംസാരിച്ചു. 6 ദിവസം ദൈർഘ്യമുള്ള അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഇൻ ടൈലറിംഗ്, അഡ്വാൻസ്ഡ് ഫുഡ് പ്രോസസ്സിംഗ് എന്നീ പരിശീലനങ്ങളിൽ 40 വനിതകളാണ് പങ്കെടുത്തത്. പരിശീലനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഭക്ഷ്യവസ്തുക്കളുടെയും തയ്യൽ കരകൗശല വസ്തുക്കളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചു. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരിൽ പ്രവർത്തന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അർഹത നേടുന്നവർക്ക് പ്രത്യേക സാമ്പത്തിക സഹായം ഈ പദ്ധതിയുടെ ഭാഗമായി നൽകുമെന്ന് സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തോളിൽ പറഞ്ഞു. ന്യൂസ് ടീം, സിറ്റി വോയ്സ്, ചേർത്തല.